ഹലോ ഹായ് എല്ലാവരും എന്ത് പറയുന്നു? നിങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണോ? വീട് വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടോ? പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു 3 പ്രാവശ്യം നമുക്ക് 2026 തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണോ? ഞങ്ങൾ ഇനി വീട് വാങ്ങണോ, വീട് പണിയിപ്പിക്കണോ, അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മലയാളിയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. താമസിക്കുന്നത് ബ്രിസ്ബൻ ഏരിയയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ബ്രിസ്ബൻ ഏരിയയിൽ മീഡിയൻ പ്രൈസ് 1 മില്യണിലാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു 400 മീറ്റർ സ്ക്വയർ ഉള്ള ലാൻഡിൽ ഒരു 200ന്റെ വീട്, 200 മീറ്റർ സ്ക്വയറിന്റെ വീട് വെക്കുവാണ്. അതിനാണ് ഞാനിപ്പോൾ ഒരു 1 മില്യൺ എന്നുള്ള ഒരു എമൗണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ 400 ലാൻഡിന് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 20,000 വരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലാൻഡ് അക്വയർ ആവുന്ന ടൈം മുതൽ നമ്മൾ ഈ ലാൻഡിന് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണം. അത് തന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട് പണി എന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു 1 ഇയർ ഒക്കെയാണ് അവർ പറയുന്നത് വീട് പണി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കീ കിട്ടാനായിട്ട്. അപ്പം ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം, അതായത് ലാൻഡ് അക്വയർ ചെയ്ത ടൈം മുതൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് മാത്രം ഒരു 70,000-80,000 വരും. പിന്നെ നമ്മൾ ഈ ടൈമിൽ നമ്മൾ വീട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ റെൻറ്റും കൂടി വരും. ഇപ്പോൾ ഇവിടെ ഒരു 700 ഒക്കെയാണ് ഒരു 4 ബെഡ്റൂം ഹൗസിൻ്റെ റെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ 700 നമ്മൾ 1 ഇയറിൽ ഒരു പീരീഡ് എടുക്കുവാണെങ്കിൽ ഒരു 36,000ഓളം ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ടോട്ടൽ നമ്മൾ വീട് പണിയുന്നതിനായിട്ട് 1 മില്യൺ പ്ലസ് $1,36,000 കൂടി വരുന്നുണ്ട്. അത് ആക്ച്വലി ഒരു ഹിഡൻ മണിയാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊരു വീട് വാങ്ങാനായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ 1 മില്യൺ തന്നെ വീടിൻ്റെ ഒരു ബേസ് പ്രൈസ് ഇട്ട് നമുക്ക് നോക്കാം. 1 മില്യൺ വീട് വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി 50,000 അടയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു 1 മില്യൺ പ്ലസ് 50,000 ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ 1136 ആവും. ഇത് 1 മില്യൺ ആൻഡ് 50. അപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 86,000 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീട് വാങ്ങുന്നതാണ്. പിന്നെ വീട് വാങ്ങിയാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വാങ്ങി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീട്ടിലോട്ട് മൂവ് ചെയ്യാം. പിന്നെ വീട് പണിയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഹെഡേക്ക്. അതൊന്നുമില്ല, നിങ്ങൾ വളരെ കൂളായിട്ട് ആ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വീട് വാങ്ങുന്നതാണ്.